ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടയിലെ പ്രശ്നങ്ങളിലേക്ക് വന്നാൽ വലിയ വിജയം നേടുമ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സംസ്ഥാന തലത്തിൽ ഒരു പൊതുപ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ വി.ഡി. സതീശൻ്റെ PR ടീം നീങ്ങുന്നു എന്നുള്ള ഒരു പ്രശ്നം കോൺഗ്രസിനകത്ത് അതുപോലെ തന്നെ വാർത്തകളിൽ വളരെ ശക്തമായി വരുന്നുണ്ട്. തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വി.ഡി. സതീശൻ്റെ തന്ത്രങ്ങളാണ് വിജയിച്ചതെന്നാണ് ആ ടീം പ്രചാരണം നടത്തുന്നത്. സതീശൻ്റെ നീക്കത്തിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തിയുമുണ്ട്. സതീശൻ്റെ ഈ നിലപാടിന് അല്ലെങ്കിൽ ആ ടീമിൻ്റെ PR ടീമിൻ്റെ ഈ വാദത്തെ തള്ളി UDF കൺവീനർ MM ഹസൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നു എന്നതും ശ്രദ്ധേയമാണ്. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സാങ്കല്പികമായൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം UDF ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്കായിരിക്കും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ വി.ഡി. സതീശൻ നടത്തിയ ഈ പ്രതികരണം കരുതിക്കൂട്ടി തന്നെയായിരുന്നു. ഇത് തെളിയിക്കുന്നതാണ് സതീശൻ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. UDF വിജയത്തിന്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്കടിച്ചെടുക്കാൻ PR വർക്കാണ് വി.ഡി. സതീശൻ അനുയായികൾ നടത്തുന്നത്. VDS ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന പേരിൽ സതീശനെ പ്രകീർത്തിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അനൗദ്യോഗികമായാണ് പ്രചരിപ്പിക്കുന്നത്. തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സതീശന്റെ തന്ത്രങ്ങളാണ് വിജയിച്ചതെന്ന പ്രചരണമാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണ വിഷയങ്ങൾ എല്ലാം തീരുമാനിച്ചത് സതീശൻ തന്നെയെന്നാണ് PR ടീം പ്രചരിപ്പിക്കുന്ന സന്ദേശത്തിൽ പറയുന്നത്. സതീശന് വേണ്ടി പ്രവർത്തിക്കുന്ന അനൗദ്യോഗിക ഗ്രൂപ്പുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുമാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം KPCC ആസ്ഥാനത്ത് നേതാക്കൾ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണണമെന്ന AICC നിർദ്ദേശവും സതീശൻ അവഗണിച്ചു. സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഒറ്റയ്ക്ക് മാധ്യമങ്ങളെ കണ്ടു. ഇതോടെ UDF നേതാക്കൾ വാർത്താസമ്മേളനം നടത്തേണ്ടെന്ന് തീരുമാനിച്ചു മടങ്ങി. വാർത്താസമ്മേളനത്തിനു ശേഷം സതീശൻ എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു. ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് സതീശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.